അപ്പം നമ്മുടെ ഭദ്രകാളി ദേവിയുടെ കളമെഴുത്ത് പാട്ടും കളമെഴുത്ത് പൂജയും വഴിപാടും ഒന്ന് കണ്ടാലോ? ആരംഭമായിട്ടുള്ളൊരു ചടങ്ങാണ് കളവെടുത്ത്. കളവെടുത്തിന് ശേഷമാണ് നമ്മൾ എല്ലാ ക്ഷേത്രങ്ങളും മുടിയേറ്റ് ആരംഭിക്കാറുള്ളത്. ഭഗവാൻ ശിവൻ്റെ തൃക്കണ്ണിൽ നിന്നുമാണല്ലോ മഹാകാളിയായ ദേവി പിറവിയെടുക്കുന്നത്. കാളിയെ നാം കോപമൂർത്തിയായാണ് പരിഗണിക്കുന്നത്. സമരേഷു ദുർഗ കോപേഷു കാളി എന്നാണ് വിശ്വാസം. എന്നാൽ ജീവിതത്തിൻ്റെ പാതയിൽ മംഗളവും സൗഖ്യവും നൽകുന്ന വരദായിനിയാണ് ശ്രീ ഭദ്രകാളി ദേവി. കാളിദേവിക്ക് 10 രൂപങ്ങളുണ്ട് എന്നാണ് വിശ്വസിക്കുന്നത്. ഇതിനെ ദശവിദ്യ എന്നാണ് വിളിക്കുന്നത്. കാളി, താര, ഷോഡരി, ഭുവനേശ്വരി, ഭൈരവി, ചിന്നമസ്ത, ധൂമാവതി, ബകളമുഖി, മാതങ്കി, കമല. ഇങ്ങനെ എന്തെല്ലാം പേരുകളിലാണ് ദേവി അറിയപ്പെടുന്നത്, എന്തെല്ലാം ഭാവത്തിലാണ് ദേവി നമ്മുടെ മുമ്പിൽ വരുന്നത്. ദേവിയെ നമ്മൾ സങ്കല്പിക്കുമ്പോൾ അല്ലെങ്കിൽ ദേവി നമ്മുടെ മനസ്സിൽ വരുമ്പോൾ ദേവിയുടെ കരങ്ങളിൽ വാള്, പരിച, കപാലം, ദാരികൻ്റെ ശിരസ്, വെൺമഴു, ഠമരു, ശൂലം, തലയോട്, മണി, സർപ്പം, ശംഖ്, അമ്പ്, കുന്തം, ചക്രം എന്നിവയെല്ലാം കൈകളിൽ കാണാം. കളം വരച്ച് അതിൻ്റെ പൂർണ്ണതയിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ ദേവിയുടെ പൂജകളാണ്. പിന്നീട് ഈ കളമെഴുത്തുകാരൻ ഒരു വലന്തലയുടെ സഹായത്തോടെ ദേവിയുടെ സ്തോത്രങ്ങൾ ആലപിക്കുന്നു. മംഗളം പാടി പാട്ടവസാനിപ്പിക്കുന്നതോടെ മുഖ്യ കാർമ്മികൻ കളം മായ്ക്കുകയാണ്. കളം മായ്ച്ചതിന് ശേഷമുള്ള പൊടിയും പൂജാവശിഷ്ടങ്ങളും ഭക്തർക്ക് പ്രസാദമായി നൽകുന്നു. വീണ്ടും അടുത്ത വർഷം ഇതേ കാലയളവിൽ ഇതേ മാസത്തിൽ മഹാഭദ്രകാളിയെ കളത്തിലൂടെ ദർശിക്കണേ എന്ന പ്രാർത്ഥനയോടെ പ്രസാദം വാങ്ങി സായുജ്യമണഞ്ഞ് ഭക്തർ മടങ്ങുകയാണ്. എല്ലാവിധ പ്രാർത്ഥനകളോടെ ദേവിക്കായി സമർപ്പിച്ചുകൊണ്ട് വീഡിയോ അവസാനിക്കുകയാണ്. മറ്റൊരു വിശേഷവുമായി ഞാൻ നിങ്ങളുടെ മുമ്പിൽ വീണ്ടും വരും. അതുവരേക്കും എല്ലാവർക്കും നമസ്കാരം.